സമയത്തിരിക്കാം. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ആ പുത്രനായ ക്രിസ്തുയേശുവിനെ ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്ര ആരാധനകൾ അർപ്പിക്കുന്നു. നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ ദിനം കൂടെ. ചിലർക്ക് രാവിലെയാണ്, ചിലർക്ക് സന്ധ്യയാണ്. എല്ലാം കൂടെ ചേർത്തങ്ങ് പറയുക, ഒരു പുതിയ ദിവസവും കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. സ്തോത്രം. ഇന്നലെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇതുവരെ അവിടെവിടങ്ങളിലായി കർത്താവ് നമ്മെ പരിപാലിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. പിന്നെയും ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ സർവോന്മുഖമായ മേഖലകളിലും അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വീണ്ടും കൊണ്ടുപോകാം. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യങ്ങൾ വായിച്ചാലും. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതെ ഇരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. സ്തോത്രം. നമ്മൾ ഇന്നലെ ഏതെല്ലാം ഭാഗങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന വിഷയം പഠിക്കുന്നതെന്ന് പറയുകയുണ്ടായി. ഇവിടെ നമ്മൾ കാണുന്ന പുനരുത്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് യോഹന്നാൻ ഇവിടെ നമുക്ക് രേഖപ്പെടുത്തി തരുന്ന ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമായവരുടെ പുനരുത്ഥാനം, അതിനെ പ്രീ മില്ലേനിയൽ റിസറക്ഷൻ, 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപുള്ള പുനരുത്ഥാനമെന്ന് വിശേഷിപ്പിക്കാം. ഇന്നൊടുവിൽ നമ്മൾ ചിന്തിച്ചത് ആ പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചായിരുന്നു. അതിനെ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചത്. എന്ന് വെച്ചാൽ, ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾ അതിൻ്റെ ഒരു ഭാഗം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അവസാനത്തെ വാക്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അതിൻ്റെ 35 മുതലുണ്ട്, അല്ലെങ്കിൽ 42 മുതലെങ്കിലുമുള്ള വാക്യങ്ങളിൽ നിന്ന് കണ്ടു. മറ്റൊന്ന്, നമ്മൾ ഇന്നലെ പൊതുവായിട്ട് കണ്ട ചില പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അപ്പോൾ കർത്താവായ യേശുവിൻ്റേതുപോലെ ഉള്ള ഒരു ശരീരം. അപ്പോൾ ഈ പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ കണ്ട കാര്യങ്ങൾ
ഒന്ന്, ഇത് അക്ഷരീകമായ പുനരുത്ഥാനമാണ്. ചിലർ കരുതുന്നത് പോലെ എ സ്പിരിച്വൽ റിസറക്ഷൻ അല്ല, ഒരു ആത്മീയ പുനരുത്ഥാനമല്ല. പകരം ഇത് അക്ഷരീകമായ പുനരുത്ഥാനമാണ്. ലിറ്ററൽ റിസറക്ഷൻസ്, അല്ലെങ്കിൽ ഫിസിക്കൽ, ശാരീരിക പുനരുത്ഥാനമാണ്. കാരണം നമ്മളിപ്പോൾ ഈ 4, 5, 6 വാക്യങ്ങളിൽ തന്നെ കാണുന്ന പുനരുത്ഥാനം ചെയ്തവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുകയുണ്ടായി. അവർ വെറും ആത്മാക്കളായി മാത്രം, ദേഹം ഉള്ളവരായിട്ടല്ല, ശരീരത്തിൽ നിന്ന് വേർപെട്ട് വെറും ആത്മാക്കളായി മാത്രം ദൈവത്തോട് നിലവിളിക്കുന്ന ശരീരരഹിതരായ വ്യക്തികളായി കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അവരെ വെറും ആത്മാക്കളായിട്ടല്ല, അവരെല്ലാവരും ജീവിച്ച് എഴുന്നേറ്റു, അല്ലേ? അങ്ങനെയല്ലേ കാണുന്നത്? അറിവില്ലേ കൂടെ? അവർ ജീവിച്ചു 1000 ആണ്ട്. 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അപ്പോ ഇത് ആത്മാക്കൾ മാത്രമാണോ? അല്ല, അവർ ജീവിച്ചു. മേളിലെ ആത്മാക്കളെയും ഞാൻ കണ്ടു. ആ ആത്മാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാ പിന്നെ വായിച്ചത്? ജീവൻ. ജീവിച്ചു. ആത്മാക്കളായി നമ്മൾ അവരെ 6-ാം അധ്യായത്തിൽ തന്നെ കണ്ടിരുന്നു. ആ സെയിം ആത്മാക്കൾ തന്നെയാണോ ഇത്? അതെ, രക്തസാക്ഷികളായി മരിച്ച, മഹാപീഡന കാലത്ത് മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ. അതുകൊണ്ടാണ് പ്രതികാരത്തിന് വേണ്ടി അവർ നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, അല്പം കൂടെ നിങ്ങൾ താമസിക്കുക, വെയിറ്റ്. നിങ്ങളെപ്പോലെ ഇനിയും കുറച്ചു പേരും കൂടെ കൊല്ലപ്പെടാനൊക്കെ ഉണ്ട്, അവരും കൂടെ വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. സാധാരണ നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഇന്ത്യയിൽ ചില ഷെയർ ഓട്ടോയും പ്രൈവറ്റ് വണ്ടികളും ഒക്കെ യാത്ര ചെയ്യുന്നത് പോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത ചിലരും കൂടെ ഒക്കെ വരാനുണ്ട്. അല്ലെങ്കിൽ വണ്ടി നിറയട്ടെ. ഇപ്പം ഞങ്ങളവിടെയൊക്കെ മുംബൈയിലെ ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 4-5 കിലോമീറ്റർ, 6-7 കിലോമീറ്റർ വരെയൊക്കെ ഷെയർ ഓട്ടോ പോകാറുണ്ട്. ഓട്ടോറിക്ഷയിൽ 3 പേരേ ഉള്ളൂ, പക്ഷെ ഈ ഷെയർ ഓട്ടോയിൽ മിനിമം 5 പേരെ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ ഈ 5 പേരാകുന്നത് വരെ അവർ കാത്തിരിക്കും. നമ്മൾ നേരത്തെ കയറി ഇരുന്നാലും വണ്ടി വിടത്തില്ല. നമ്മൾ എളുപ്പം പോണം എന്ന് പറയുകയാണെങ്കിൽ അവർ പറയും, എന്നാ പിന്നെ കയറാനുള്ളവരുടെ കൂലി കൂടെ നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാ. ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും കയറിയാൽ നിങ്ങൾ കാശ് തരണ്ട. അപ്പം ഇതുപോലെ ഈ പുനരുത്ഥാനത്തിൽ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന വേറെയും ഉണ്ട് ചിലർ, അവരും കൂടെ വന്നു കഴിയുവോളം നിങ്ങൾ എന്ത് ചെയ്യണം? അടങ്ങി സ്വസ്ഥമായി പാർക്കണം. അതിനവർക്കൊരു കോമ്പൻസേഷൻ എന്നതുപോലെ വൈറ്റ് റോബ്സ് അവർക്ക് ധരിക്കാനായിട്ട് വെള്ള വസ്ത്രം നൽകി, ശുഭ്രവസ്ത്രം നൽകി. അതവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച്, അവരെ ആശ്വസിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഈവൻ കർത്താവ് വരുന്ന വിഷയത്തിൽ നമ്മളോട് പോലും അങ്ങനെ തന്നെയാ കർത്താവ് കാണിക്കുന്നത്. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നത് കർത്താവിൻ്റെ ലോങ് സഫറിങ്,
ദീർഘക്ഷമ എന്നാണ്. പത്രോസ് പറയുന്നു, 2 പത്രോസ് 3:9. 9. ആ, വായിച്ചു. സുജ എടുത്തെങ്കിൽ വായിച്ചു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. നിങ്ങൾ കർത്താവിന്റെ വരവിനായിട്ട് തയ്യാറാണ്. നിങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ കർത്താവ് ഇപ്പോൾ വരില്ല. നിങ്ങൾ ഒരുങ്ങിയിട്ടും എന്തേ കർത്താവ് വരുന്നില്ല, അല്ലെങ്കിൽ വന്നില്ല? നിങ്ങളോട് ഇനിയും രക്ഷിക്കപ്പെടാൻ, മാനസാന്തരപ്പെടാൻ ഉള്ളവർ നിമിത്തം ദീർഘക്ഷമ കാണിക്കുകയാണ്. അതേപോലെ ഇന്ന് കർത്താവ് വരാതെ ഒരുങ്ങിയിരിക്കുന്ന ദൈവസഭയോട് ദീർഘക്ഷമ കാണിക്കുന്നത് പോലെ വെളിപ്പാട് 6-ാം അധ്യായത്തിൽ ഇതിനോടകം മരിച്ച വിശുദ്ധന്മാരുടെ, മഹാപീഡനകാലത്തു മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളോടും ദൈവം ദീർഘക്ഷമ കാണിച്ചു. എന്തിനു വേണ്ടി? അതിനുശേഷവും കൊല്ലപ്പെടുവാനുള്ള, അല്ലെങ്കിൽ മഹാപീഡനകാലത്തിന്റെ ബാക്കി സമയത്ത് കൊല്ലപ്പെടുവാനിരിക്കുന്ന, രക്തസാക്ഷികളാകുവാനിരിക്കുന്ന വ്യക്തികളും കൂടെ വന്നു ചേരുവോളം. അത് കഴിഞ്ഞു. മഹാപീഡനകാലം ഇപ്പോൾ തീർന്നു. എപ്പോൾ? 19-ാം അധ്യായത്തിൽ. 19-ാം അധ്യായത്തിൽ മഹാപീഡനകാലം തീർന്നു. എതിർ ക്രിസ്തുവിന്റെ ഭരണം അവസാനിച്ചു. മാനുഷിക ഭരണകൂടങ്ങൾക്ക് അന്തമുണ്ടായി. യേശുക്രിസ്തു തൻ്റെ നിത്യരാജ്യം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇനിയും അങ്ങനെ കൊല്ലപ്പെടുവാൻ ആരുമില്ല. അങ്ങനെ രക്തസാക്ഷികളാകേണ്ട എല്ലാവരും വന്നു ചേർന്നു. ഇനി ആരും ബാക്കിയില്ലാത്തത് കൊണ്ട് ഈ ആത്മാക്കൾക്ക് ഇപ്പോൾ ജീവൻ നൽകുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിലേക്ക് മടങ്ങി വരുവാനും ശരീരം ഉയർക്കാനുമുള്ള സാഹചര്യം. വ്യക്തമാണല്ലോ? എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ? ഒന്നുമില്ല. അപ്പോൾ ഈ പുനരുത്ഥാനം നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഇത് ഭാവിയിൽ നടക്കുവാനിരിക്കുന്ന പുനരുത്ഥാനമാണ്. 2, ഇത് അക്ഷരീകമായിട്ടുള്ള ദേഹത്തിന്റെ, ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. സ്തോത്രം. ആ ശരീരത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. യേശുക്രിസ്തുവിൻ്റെതിനോട് സമമായ ശരീരം. എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നു? ദൈവത്തിന്റെ ശരീരത്തോടോ പരിശുദ്ധാത്മാവിന്റെ, പിതാവായ ദൈവത്തിന്റെ സ്വരൂപത്തോടോ പരിശുദ്ധാത്മാവിന്റെ സ്വരൂപത്തോടോ നാം ഏകീഭവിക്കും എന്ന് പറയാതെ യേശുക്രിസ്തുവിനോടുള്ള ഏകീഭാവത്തെ കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് പറയുന്നത്? യേശുക്രിസ്തു മാത്രം ശരീരത്തിൽ വന്നതുകൊണ്ട്. വെരി ഗുഡ്. അതെ, യേശുക്രിസ്തു മാത്രമേ. ത്രിയേക ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം. നമ്മൾ ത്രിയേകത്വത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ത്രിയേക ദൈവമാണ് ബൈബിളിലെ ദൈവം. ഈ ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ 3 distinct persons in one being എന്നുള്ളതാണ്. ഒരു അസ്തിത്വത്തിൽ 3 വ്യതിരിക്തരായ
വ്യക്തികൾ എന്നാണ് ത്രിയേകത്വത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ നിർവചനം. 3 distinct persons, but in one being. 3 persons, Father, Son, and the Holy Spirit. But all of them have one being in common as divinity. Deity is the being of all these 3 persons. ഈ 3 വ്യക്തികൾക്കും പൊതുവായിട്ടുള്ള ആസ്തികത, ബീയിങ്, അത് ദൈവത്വമാണ്. അപ്പനും മകനും, നമ്മുടെ ബന്ധങ്ങളിൽ തന്നെ എടുത്തോളൂ, അപ്പനും മകനും, അല്ലെങ്കിൽ അപ്പനും മകളും, ആരും ആയിക്കോട്ടെ, രണ്ടുപേരും വ്യത്യസ്തരാണ്, വ്യതിരിക്തരല്ല, വ്യത്യസ്തരാണ്. ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പിതൃപുത്ര പരിശുദ്ധാത്മാവിൽ ഇല്ല. അതുകൊണ്ടാണ് അതിനെ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്, നോട്ട് ഡിഫറെന്റ്. അപ്പനും മകനും പ്രായത്തിലും നിറത്തിലും ആരോഗ്യത്തിലും ഒക്കെ വ്യത്യസ്തരാണ് ആവട്ടെ. പക്ഷേ ഒരു കാര്യത്തിൽ അവർ രണ്ടുപേരും സമരാണ്. ഏതിൽ? അവരുടെ ബീയിങ്ങിൽ. എന്താ അപ്പന്റെ ബീയിങ്? ഹ്യൂമൻ ബീയിങ്. മകനോ? ഹ്യൂമൻ ബീയിങ്. അപ്പം ഇതുപോലെ അപ്പനിലും മകനിലും ബീയിങ്, നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. എന്നാൽ ദൈവത്തിന്റെ ബീയിങ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ആ അന്തസത്ത എന്ന് പറഞ്ഞാൽ അത് ദൈവത്വമാണ്. ദൈവത്വത്തിൽ ഇവർ മൂവരും തുല്യരാണ്. പിതാവും ദൈവമാണ്, പുത്രനും ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പൊ ഈ വ്യതിരിക്തരായ, ദൈവത്വത്തിൽ തുല്യരായ ഈ 3 വ്യക്തികൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏക ദൈവത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ത്രിയേകത്വം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ത്രിയേക ദൈവത്തിൽ പുത്രൻ മാത്രമേ ജഡം എടുത്തിട്ടുള്ളൂ. പുത്രൻ മാത്രമേ ശരീരത്തിൽ വെളിപ്പെട്ടിട്ടുള്ളൂ. പുത്രൻ മാത്രമേ ശരീരത്തിൽ മരണം അനുഭവിച്ചിട്ടുള്ളൂ. പുത്രൻ മാത്രമേ മരിച്ചിട്ട് അക്ഷരീകമായി ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. പുത്രൻ മാത്രമേ തൻ്റെ മഹത്വം ഉരിഞ്ഞു വെച്ചിട്ടുള്ളൂ. പുത്രൻ മാത്രമേ പിന്നീട് ആ മഹത്വം തിരികെ ധരിച്ചിട്ടുള്ളൂ. വ്യക്തമായി കാണുമല്ലോ. ഇതിനു മുമ്പും ഒരിക്കൽ നമ്മൾ ഇതേ വിഷയം പറഞ്ഞതാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഡേറ്റ് ഓർമ്മയില്ല. അതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പുനരുത്ഥാന ശരീരം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്കരിക്കപ്പെടുന്ന ശരീരം യേശുക്രിസ്തുവിൻ്റെ മഹത്വ ശരീരത്തോട് ഏകീഭവിച്ചതാണെന്ന് പറയുന്നത്. പിതാവിൻ്റെ ശരീരത്തെയോ പരിശുദ്ധാത്മാവിൻ്റെ ശരീരത്തെയോ നമ്മൾ പ്രാപിക്കുന്നതിനെ കുറിച്ച് പറയാതെ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നതിനുള്ള കാരണം മനസ്സിലായി കാണുമല്ലോ.
ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഇല്ല എങ്കിൽ നമുക്ക് തുടരാം. നമ്മൾ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ തുടർച്ചയായി എങ്ങനെയാണ് ഈ പുനരുത്ഥാനം നടക്കുന്നത്? അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഈ വിഷയത്തോട് ചേർത്ത് അതൊന്ന് തുന്നിച്ചേർത്ത് വിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് പുനരുത്ഥാനം നടക്കുക? How will it occur? Or the agents of resurrection. പുനരുത്ഥാനത്തിന്റെ മാധ്യമം എങ്ങനെയാണ് ഇത് സാധ്യമായി തീരുക? നമുക്കറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കും പറയാം. എൻ്റേത് മാത്രം കേട്ടുകൊണ്ടിരിക്കണ്ട. Romans 8:11. ഓക്കെ, ഗുഡ്. വായിച്ചോ അലിസാൻഡി, വായിച്ചാട്ടെ. But if the spirit of him who raised up Jesus from the dead dwell in you, he that raised up Christ from the dead shall also quicken your mortal bodies by his spirit that dwells in you. Praise God. Exactly right. ഇത് കൂടാതെ എന്തെങ്കിലും? റോമർ 8:11 നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്, ഫിലിപ്പിയർ 3:21 ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. എഫേസ്യ ലേഖനം 1:13-14, എഫേഷ്യൻസ് 1:13-14, എഫേസ്യർ 1:13-14, 4:30, 4:30, 4:30 ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഇപ്പോൾ അലിസാൻഡിയ പറഞ്ഞ കാര്യമാണ് കാണുന്നത്. അതായത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ദൈവാത്മ പ്രവർത്തനത്താൽ, 2 കൊരിന്ത്യർ ലേഖനം 1-ാം 22 വാക്യത്തിലും നാം കാണുന്നു, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രിതരാണ്. We are God's people. They are sealed with the Spirit of God. The Spirit of God indwells a true Christian. ഒരു യഥാർത്ഥ വേദപുസ്തകം പറയുന്ന ക്രിസ്ത്യാനിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്നത്, എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നമ്മുടെ വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ ആത്മാവും കൊണ്ട് ദൈവം മുദ്രയിട്ടിരിക്കുന്നു. വീണ്ടെടുപ്പിൻ നാളിനായി. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ക്രിസ്ത്യൻ, ഓരോ ക്രിസ്തീയ വിശ്വാസിയോടും ദൈവത്തിൻ്റെ ആത്മാവിനുള്ള പ്രവൃത്തിയോ കടമയോ അല്ലെങ്കിൽ മിഷൻ, ദൗത്യമോ നമ്മളെ ഒന്ന് കുലുക്കി നിർത്തുന്നതിൽ തീരുന്നില്ല. 2 അന്യഭാഷ പറയിപ്പിക്കുന്നതിൽ ഒരു വിശ്വാസിയോട്, ഒരു ക്രിസ്ത്യാനിയോട്, ഒരു ക്രിസ്തു ശിഷ്യനോടുള്ള പരിശുദ്ധാത്മ പ്രവർത്തനം പരിമിതപ്പെടുന്നില്ല.
അത്ഭുതങ്ങൾ ചെയ്യുന്നതിൽ അത് പരിമിതപ്പെടുന്നില്ല. അപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഒരു ക്രിസ്തുവിശ്വാസിയിൽ ഈ ബാഹ്യമായ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് തീരുന്നതല്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ അധികം പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകും. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു അല്ല. The ultimate purpose of the Holy Spirit indwelling you and me is our final redemption. നമ്മുടെ അന്തിമ വീണ്ടെടുപ്പാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന പരമപ്രധാനമായ കാര്യം. ബാക്കി നമ്മൾ പറഞ്ഞതൊക്കെ അതിനു മുൻപുള്ളതാ, അൾട്ടിമേറ്റ് അല്ല, പരമപ്രധാനമായ കാര്യങ്ങളല്ല, എന്നാൽ പ്രാധാന്യമുള്ളവ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പുനരുത്ഥാനം സംഭവിക്കുന്നത് ഒന്ന്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ. നമ്മൾ നേരത്തെ അത് പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇനി മറ്റെന്തെങ്കിലും നമ്മുടെ പുനരുത്ഥാനത്തിന് നിദാനമാകുന്ന, കാരണമാകുന്ന മറ്റെന്തെങ്കിലും? ഒന്നാമത്തേത് പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. മറ്റെന്തെങ്കിലും? കർത്താവിന്റെ ഗംഭീരനാദം. കർത്താവിന്റെ ഗംഭീരനാദം. ആ ഗംഭീരനാദം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്, ഓർമ്മ കാണുമായിരിക്കുമല്ലോ. The shout of the Lord. കർത്താവിന്റെ വായിൽ നിന്ന്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 4:16 ഇപ്പോൾ സുജ പറഞ്ഞത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും എന്ന് തുടങ്ങുന്ന വാക്യം. ആ കർത്താവിന്റെ ഗംഭീരനാദം, ഷൗട്ട് ഓഫ് ദ ലോർഡ് എന്നത് എന്താണെന്ന് അല്പവും കൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മറ്റു ഭാഗങ്ങളിൽ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളും അത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതാണ് കുറച്ചുകൂടെ വ്യക്തതയോടെ കർത്താവ് തന്നെ അക്കാര്യം പറയുന്നു. യോഹന്നാൻ 5:25 വാക്യം. 5:25 ജോൺ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അവിടെ നാം വ്യക്തതയോടെ കാണുന്നുണ്ട്, ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനത്താൽ നടക്കുന്ന പുനരുത്ഥാനം. പ്രത്യേകിച്ച് അവിടെ പറയുന്നു, പിതാവായ ദൈവമല്ല, പകരം എടുത്തു പറയുകയാണ്, ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്താൽ പുനരുത്ഥാനം സംഭവിക്കും. അതിനെ നമുക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമെന്നും, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനമെന്നും, ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ എന്നും വിളിക്കാം. അപ്പോൾ
ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും നടക്കുന്നത് പ്രധാനമായും ഈ രണ്ട് മാധ്യമങ്ങളിലൂടെയാണ്. ഒന്ന്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ. രണ്ട്, നമ്മുടെ കർത്താവിൻ്റെ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനത്താൽ. സ്തോത്രം. ദൈവവചനത്തിന്റെ 3 അവസ്ഥാന്തരങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ കാണും അല്ലേ? ഓർമ്മയുണ്ടോ? എഴുതപ്പെട്ട വചനം, ജഡമായി തീർന്ന വചനം, വായിൽ നിന്ന് വരുന്ന വചനം. അതെ, ഈ 3 രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സ്പോക്കൺ യ അറ്റേർഡ് വേർഡ്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. റിട്ടൺ വേർഡ്, എഴുതപ്പെട്ട ലിഖിതമായ വചനം. വേർഡ് ദാറ്റ് ബിക്കെയിം ഫ്ലഷ്, അല്ലെങ്കിൽ ജീവനുള്ള വചനം. ലിവിങ് വേർഡ്, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവന്റെ വചനം. ഇതിൽ കൽപ്പിത വചനം, ആ കൽപ്പിത വചനത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടാറൊക്കെ ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അത് കേട്ടിട്ടുള്ളത് ഉപവാസ പ്രാർത്ഥനകൾ. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ ഉപവാസ പ്രാർത്ഥനകളിൽ വളരെയധികം എടുത്ത് പ്രസംഗിച്ചും പ്രവചിച്ചും കേട്ടിട്ടുള്ള വാക്യങ്ങളാണ്. ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും പെയ്യുന്ന കാര്യമൊക്കെ കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതുപോലെ തന്നെയായിരിക്കും എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം. അത് വെറുതെ അടുക്കിലേക്ക് വായിച്ചോ. വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. വെറുതെ അതെങ്കിലേക്ക് മടങ്ങി വരില്ല. 2 കാര്യങ്ങൾ എടുത്തു പറയുന്നു. എൻ്റെ ഇഷ്ടം അത് നിവർത്തിക്കും. 2, ഞാൻ അയച്ച കാര്യം അത് നിവർത്തിക്കും. അപ്പോൾ ദൈവം നമ്മളെപ്പോലെ എന്തെങ്കിലുമൊക്കെ ചുമ്മാതെ പറയുന്നയാളല്ല. ഒരു ഭരണാധികാരി പോലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കും. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ ഓൺലൈൻ ന്യൂസിൽ കണ്ടു, ഓൺലൈൻ പത്രം വായിച്ചപ്പോൾ കണ്ടു, മഹാരാഷ്ട്രയിലാണെന്ന് എൻ്റെ ഓർമ്മ, ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, IPL. അപ്പോൾ അതില് ബോംബെ ഫ്രാഞ്ചൈസിയുടെ ഒരു കളിക്കാരൻ, മിസ്റ്റർ ദുബെ എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്, തന്നെ ഏതോ ഒരു സ്പോർട്സ് ഈവന്റിൽ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചു ഒരു സംഘടന. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന 30 പേർക്കാണോ 10 പേർക്കാണോ 10 കായിക താരങ്ങൾക്ക് 30,000 രൂപ വീതം ക്യാഷ് അവാർഡ് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ചീഫ് ഗസ്റ്റായിട്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചത്. ഇദ്ദേഹം പറഞ്ഞു വന്ന് പറഞ്ഞു 70,000 രൂപ വെച്ച് ഞാൻ കൊടുക്കുമെന്ന്. അത് വാർത്തയായി. കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പരസ്യമായിട്ട് പ്രസ്താവന ചെയ്തു, തന്നെ ഗസ്റ്റായിട്ട്
അതിഥിയായിട്ട് വിളിച്ച സംഘടന 10 പേർക്കാണെന്ന് തോന്നുന്നു 30,000 രൂപ വെച്ച് കൊടുക്കാനായിരുന്നു തീരുമാനം. ഇദ്ദേഹം അത് 70,000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടണമല്ലോ. ഇന്ന് നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കളൊക്കെയാണ് പറയും, എൻ്റെ വാക്കുകളെ പത്രക്കാര് കോട്ടിമാട്ടിയാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ദൈവമോ അനാവശ്യമായിട്ടൊരു വാക്കുച്ചരിക്കുന്നയാളല്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നു, എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം അത് വെറുതെ എങ്കിലേക്ക് മടങ്ങി വരാതെ എൻ്റെ ഇഷ്ടം ചെയ്യും. It will accomplish what it desires. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. അത് നമ്മൾ കേട്ട് ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ പറയും, കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വൈകാരികമായ സന്തോഷമൊക്കെ തോന്നും. ഞാനതിനെ നിരാകരിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല, അരുതെന്ന് ഞാൻ പറയില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രേരണ പ്രസംഗകന് പറയാനായിട്ട് ദൈവം കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പറയട്ടെ. കേൾവിക്കാർക്ക് അത് സന്തോഷകരമാണ്. അവർക്ക് ധൈര്യം പ്രാപിക്കാനും കർത്താവിൽ ഉറയ്ക്കാനും ഒക്കെ കാരണമാകും. എന്നാൽ നമ്മുടെ ശാരീരിക ജീവകാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം പുറപ്പെടുന്ന വചനമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നും ഉള്ളത്. എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിന് വേണ്ടി ദൈവം ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒന്നും കൽപ്പിച്ചില്ലെങ്കിലും, എൻ്റെ രോഗം മാറാൻ, എൻ്റെ പ്രശ്നം മാറാൻ, എൻ്റെ ഞെരുക്കം മാറാനൊക്കെ ദൈവം ഒന്നും പറഞ്ഞില്ലെങ്കിലും സാരമില്ല. പക്ഷേ ഒരു കാര്യം ഗ്യാരണ്ടി ഉണ്ട്, ഉറപ്പുണ്ട്. എന്താണ്? കർത്താവിൻ്റെ ഗംഭീരനാദം ഒരിക്കൽ മുഴങ്ങും. എന്നറിയില്ല, എത്രയും പെട്ടെന്ന് അതാകാം, എത്രയും വേഗത്തിൽ അത് മുഴങ്ങാം, നനയാത്ത നാഴികയിൽ അത് മുഴങ്ങാം. അന്ന് ഞാൻ മരിച്ചാലും ജീവനോടിരുന്നാലും എനിക്ക് ഉയർപ്പ് അല്ലെങ്കിൽ രൂപാന്തരമുണ്ടായി യേശുക്രിസ്തുവിൻ്റെതിനോട് സമമായ ശരീരം പ്രാപിക്കുന്നതിന് കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്നുള്ള വചനം പര്യാപ്തമാണ്. ഇതാണ് നമ്മുടെ കാത്തിരിപ്പ്. എൻ്റെ രോഗവിഷയത്തിലും എൻ്റെ പ്രശ്നത്തിലും കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പാപമില്ല. ആഗ്രഹിക്കാം, ദൈവത്തോട് പറയാം. ആ ശതാധിപൻ പറഞ്ഞതുപോലെ, നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. സ്തോത്രം. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് വചനം അയച്ച് വിടുവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. 107-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രാ മധ്യേ ദൈവം തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. 107-ന്റെ 20 എൻ്റെ ഓർമ്മ, അല്ലേ? ഞാൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവൻ. അതെ, ഇസ്രായേൽ മക്കളുടെ മരുഭൂയാത്രാ മധ്യത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ശതാധിപനെ പോലെ
എൻ്റെ വിഷയത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ വിഷയത്തിൽ, രോഗവിഷയത്തിൽ ഒക്കെ ദൈവം ഒരു വാക്ക് കൽപ്പിക്കണമെന്ന് നമുക്ക് തീർച്ചയായിട്ടും അത് കർത്താവിനോട് ആഗ്രഹിക്കാം. സ്തോത്രം. നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ തിരുമുമ്പാകെ വെച്ച് നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് പറയാം, കർത്താവെ, എൻ്റെ ഈ വിഷയത്തിൽ അങ്ങ് ഒരു വാക്ക് കൽപ്പിക്കണമേ. അതൊന്നും തെറ്റല്ല. ഞാനും അത് പ്രസംഗിക്കുന്നയാളാണ്, വിശ്വസിക്കുന്നയാളാണ്. സ്തോത്രം. നമ്മുടെ ഏതു വിഷയമായാലും കർത്താവിൻ്റെ ഒരു വാക്ക് മതി. അത് വെച്ച് പാട്ടുമൊക്കെ ഉള്ളത് നമുക്കറിയാം. എന്നാൽ അതിനും അപ്പുറത്തേക്ക് നമ്മൾ പറയാറുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കേണ്ട ആവശ്യം പോലുമില്ല നമ്മുടെ ഈ വിഷയങ്ങൾക്ക്. പകരം എന്തുമാത്രം മതി? നോക്കിയാൽ മതി. വേറെന്തെങ്കിലും? ഒന്ന് വിചാരിച്ചാൽ മതി. മനസ്സ് വച്ചാൽ മതി. സ്തോത്രം. അതാണ് ശരിയായ പ്രയോഗം. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് മത്തായി 8:8 മത്തായി 8 യെസ് ഓഫ് കോഴ്സ് ആനി സിസ്റ്റർ 8:3 പറയുന്നുണ്ട്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. നമ്മുടെ വിഷയത്തോടെ അല്പം മാറിയതാണെങ്കിൽ കൂടെ. അപ്പോൾ ഒരു കുഷ്ഠരോഗി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. കുഷ്ഠരോഗി എന്തോ പറഞ്ഞത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. സ്തോത്രം. ഗിരിപ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് മലയിൽ നിന്നും താഴെ ഇറങ്ങി. കുഷ്ഠരോഗി എന്നപ്പോൾ കർത്താവ് ചോദിച്ചതാ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. മറ്റൊരു കുരുടനും പറഞ്ഞു. അപ്പൊ കർത്താവ് പറയുക പോലും വേണ്ട. ഒന്ന്, മനസ്സ് വച്ചാൽ, എന്ന് വെച്ചാൽ ആഗ്രഹിച്ചാൽ, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനൊന്ന് ഹിതമായാൽ മതി. ഒരു വാക്ക് പറയണ്ട, നോക്കണ്ട, തൊടണ്ട, കൽപ്പിക്കണ്ട, ശാസിക്കണ്ട, ഒന്നും വേണ്ട. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അടയാളം നമുക്കറിയാം. ഏറ്റവും ആദ്യം കർത്താവ് ചെയ്ത അടയാളം വെള്ളത്തെ വീഞ്ഞാക്കി. എങ്ങനെയാ സംഭവിച്ചേ? കർത്താവ് പ്രാർത്ഥിച്ചായിരുന്നു. നമ്മളൊക്കെ ചിലർ ചെയ്യുന്നത് പോലെ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച്, ചിലരാണെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒരു വിരല് വെള്ളത്തിനകത്തേക്കിടും, സ്പർശിക്കും, വെള്ളത്തെ തൊടും. ഈ പെന്തക്കോസ്തുകാരെ പിന്നെ കുരിശു വരയ്ക്കത്തില്ലെന്ന് തോന്നുന്നു. അല്ലാത്തവരാണെങ്കിൽ ഇതിനകത്തൊരു 3 പ്രാവശ്യം ഈ വിരല് കൊണ്ട് ഒന്ന് കുരിശു വരയ്ക്കും. ചിലരാണെങ്കിൽ ഈ കള്ള് കുടിക്കുന്നവർ ചെയ്യുന്നത് പോലെ ഈ വെള്ളത്തിൽ തൊട്ട വിരല് ഒന്ന് കുടയുകയും ചെയ്യും. മദ്യപിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒന്ന് തൊട്ട് ഒന്ന് തെറിപ്പിച്ചിട്ടേ കുടിക്കത്തുള്ളൂ. പക്ഷേ പൂർവികന്മാർക്ക് അത് ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത്. ഇങ്ങനെ അത് ശരി, ഞാനും ചെയ്തിട്ടുണ്ടിരുന്ന. ഏതായാലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഫാദർ ഉൾപ്പെടെയുള്ളവരെ കുടിച്ച് ചെയ്യുന്നത്. എല്ലാരും ഹിന്ദിക്കാരെല്ലാരും ചെയ്യും, എല്ലാവരും ചെയ്യും, മദ്യപന്മാരെല്ലാരും ചെയ്യും. അപ്പം അതുപോലെ ചിലര് ഈ വെള്ളത്തിനകത്തോട്ടൊരു വിരലിറക്കി പ്രാർത്ഥിച്ചിട്ട് അതെടുത്ത് കുടയാറുമുണ്ട്. ഇതുപോലെ വല്ലതും യേശു കർത്താവ് ചെയ്തോ?
6 കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചിട്ട് പോയി 6 കൈതൊട്ട് പ്രാർത്ഥിച്ചോ? ഇല്ല. ഒന്നും ചെയ്തില്ല. വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പറഞ്ഞതേ ഉള്ളൂ. ഈ വെള്ളത്തോട് കർത്താവ് കൽപ്പിച്ചില്ല. വെള്ളത്തോട് കർത്താവ് കൽപ്പിച്ചില്ല. വെള്ളത്തെ തൊട്ടില്ല. ഒന്നും ചെയ്തില്ല. ഈ മത്തായി 8:2-3 വാക്യങ്ങളിലെ മനസ്സാകുമെങ്കിൽ, ഹിതമാകുമെങ്കിൽ എന്നുള്ളത് കൃത്യമായും നിർവഹിച്ച് നാം കാണുന്നത് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയതിലാണ്. കർത്താവ് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ മനസ്സ് വയ്ക്കുകയോ ചെയ്തതേ ഉള്ളൂ. അത് മാത്രം മതി. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഇത് മാത്രം മതി. നമുക്കത് പ്രാർത്ഥിക്കാം. ആ കുഷ്ഠരോഗിയെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ മനസ്സാകണമേ. ആ ശതാധിപനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഒരു വാക്ക് കൽപ്പിക്കണമേ. അതൊന്നും തെറ്റല്ല. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ കൽപ്പിത വചനത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശം, നാമുമായുള്ള ബന്ധത്തിൽ, the utmost relevance of the uttered word in relation to the church, the very relevance of God's spoken word in relation with each and every individual true Christian is nothing but resurrection from among the dead or transformation of our body. ദൈവവചനപ്രകാരം ഒരു യഥാർത്ഥ ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പിത വചനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് താൽക്കാലിക ജീവിതത്തിലെ സൗഖ്യവും അത്ഭുതവും അല്ല. പകരം ക്രിസ്തുവിന്റെ വരവിന് മുമ്പ് നാം മരിക്കുന്നെങ്കിൽ നമ്മുടെ തേജസ്സിലേക്കുള്ള ഉയർപ്പും, അല്ല കർത്താവിന്റെ വരവിങ്കൽ നാം ജീവനോടിരിക്കുന്നെങ്കിൽ കർത്താവിനോട് അനുരൂപരായി രൂപാന്തരപ്പെടുന്ന അനുഭവമാണ്. ഈ 2 പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെയാണ് കർത്താവ് നമ്മെ തന്നോട് അനുരൂപരാക്കി തീർക്കുന്നത്. മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പായാലും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരമായാലും. എന്തെങ്കിലും വിശദീകരണങ്ങൾ? ഒന്നുമില്ല. നമ്മൾ മുമ്പൊരിക്കൽ പഠിച്ച കാര്യമാണ്. നമ്മിൽ പലരും കർത്താവിൻ്റെ കാഹളനാദത്തിനാണ്, ദൈവത്തിൻ്റെ കാഹളനാദത്തിനാണ് അധികം പ്രാധാന്യം നൽകുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഗംഭീരനാദത്തിന് അധിക പ്രാധാന്യം നൽകി ഞാൻ പ്രസംഗങ്ങൾ ഒന്നും കേട്ടിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. നമ്മൾ പ്രാർത്ഥിക്കുന്നതും കർത്താവേ നിന്റെ കാഹളം ഇന്ന് രാത്രിയിൽ ധ്വനിക്കുന്നെങ്കിൽ എന്ന്. പാട്ടുകാർ പറയുന്നതും കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തയെന്ന്. അപ്പൊ നാം സഭ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് കാഹളനാദമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന. അല്ല, നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ ഇട്ടിരിക്കുന്ന കർത്താവിൻ്റെ ഗംഭീരനാദം എന്നതിന് നമ്മൾ പ്രാധാന്യം നൽകണം. ആ ട്രാൻസ്ലേഷനിലും ഒരുപക്ഷെ അത് അത്ര കണ്ട് നമുക്കങ്ങോട്ട്
മനസ്സിലാകുന്ന ഭാഷയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും എന്ന് പറയുമ്പോൾ നമുക്ക് അത് വേണ്ടത്ര മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. For the Lord himself will descend from heaven with a loud cry of summons. കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങും. എന്തിന്റെ അകമ്പടിയോടുകൂടെ? The cry of someone. Praise God. തങ്കലേക്ക് ഈ കോടതിയിലെ സമ്മൻസ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതിന് പറയുന്ന പേര് സമ്മൻസ് എന്ന്. കോടതിയിൽ നിന്ന് ക്ഷണം വന്നെന്നാരും പറയാറില്ല, സമൻസ് വന്നു എന്നേ പറയൂ. ആ സമൻസ് കോടതിയിൽ നിന്നും വന്നാൽ അതിനെ നിരാകരിക്കാൻ പറ്റില്ല. എത്ര വലിയ അധികാരിയായാലും അവിടെ ഹാജരായേ പറ്റൂ, പ്രതികരിച്ചേ പറ്റൂ. അപ്പൊ തനിക്കുള്ളവരെ തൻ്റെ അടുക്കൽ ചേർക്കുന്നതിന് വേണ്ടി കർത്താവ് നൽകുന്ന ഒരു മൗഖിക കൽപ്പനയാണ് ഈ ഗംഭീരനാദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഗംഭീരനാദത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥമാണ് എ കോൾ, എ സമൻസ്, എ ഷൗട്ട് ഓഫ് കമാൻഡ്മെന്റ്, എ ഷൗട്ട് ഓഫ് കമാൻഡ്മെന്റ്. ഇറ്റ്സ് എ സമ്മൺ. അതാണ് ആംപ്ലിഫൈഡ് വേർഷനിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. With a loud cry of summons. സ്തോത്രം. A loud cry of summons. അതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു അർത്ഥമെന്ന് പറയുന്നത് a command of a military chief. A command of a military chief. ഒരു പട്ടാള മേധാവിയുടെ ആജ്ഞ, കൽപ്പന. കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നടന്ന വെടിവയ്പ് 28 പേര് മരിച്ചുവെന്നാണ് ഞാൻ വാർത്തയിൽ വായിച്ചത്. ഒരു മലയാളി ഉൾപ്പെടെ, ഒരു നേവി ഓഫീസർ ഉൾപ്പെടെ. കല്യാണം കഴിച്ച് 6 ദിവസം മാത്രമായ ഒരു ദമ്പതി ഭർത്താവിനെ വെടിവെച്ചു കൊന്നു. വെടിയേറ്റ് നിലത്ത് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന 6 ദിവസം മാത്രം ഭർത്താവായിരുന്ന മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഭാര്യയുടെ ചിത്രം നിങ്ങളൊക്കെ കണ്ടു കാണും പത്രങ്ങളിൽ. നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ സന്ദർശനത്തിന് പോയിരുന്നു. അദ്ദേഹം അതെല്ലാം വെട്ടിച്ചുരുക്കി തിരികെ ഇന്ത്യയിലെത്തി. ഇന്ന് വൈകിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു, നമ്മുടെ സർക്കാർ പട്ടാളത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഏത് സമയവും നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. ഒരു പ്രത്യാക്രമണത്തിനായി, തിരിച്ച് ആക്രമിക്കാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. പട്ടാള സജ്ജ. സർക്കാരിൽ നിന്ന് പട്ടാള മേധാവിക്ക് കൽപ്പന ലഭിക്കും. പട്ടാള മേധാവി കൽപ്പന പുറപ്പെടുവിച്ചാൽ ആ നിമിഷത്തിൽ പട്ടാളം തിരിച്ചടിക്കും.
നമ്മളിത് പറയുമ്പോൾ അവിടെ തിരിച്ചടി തുടങ്ങിയോന്ന് എനിക്കറിയില്ല. 1-2 മണിക്കൂർ മുമ്പിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു പട്ടാള മേധാവിയുടെ കൽപ്പനയ്ക്ക് പറയുന്ന പേരാണ് ഇവിടെ പറയുന്ന ഷൗട്ട് ഓഫ് ദ ലോർഡ്. കെല്യൂസ്മ എന്നൊരു ഗ്രീക്ക് പദമാണ് ഇവിടെ ഷൗട്ട് എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ബോത്ത് എ വെർബ് ആൻഡ് എ നൗൺ. ഇതൊരു ക്രിയാശബ്ദവുമാണ് സംജ്ഞയുമാണ്. നാമമായിട്ടും ക്രിയാപദമായിട്ടും ഉപയോഗിക്കാം. ഷൗട്ട്, കെല്യൂസ്മ, അതിന്റെ അർത്ഥമാണ് കോൾ, സമൻസ്, എ ലൗഡ് കമാൻഡ് ഓഫ് an army chief, a military chief. സ്തോത്രം. വലിയ അധികാരത്തോടുകൂടെ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമാണത്. അതിന് ഷൗട്ട് എന്നതുകൊണ്ട് ശബ്ദ തരംഗത്തിന്, അതിൻ്റെ ഹേർട്സിനല്ല, എത്രയും വലിയ ശബ്ദമാണെന്നുള്ളതിനല്ല അവിടെ പ്രസക്തി. പകരം അതിൽ അന്തർലീനമായിരിക്കുന്ന അധികാരത്തിനാണ്. ഒച്ചത്തിൽ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. പണ്ട് കാനമച്ചൻ പറഞ്ഞിട്ടുള്ളതുപോലെ കോടതിയിൽ ഏറ്റവും ഒച്ചത്തിൽ സംസാരിക്കുന്നത് വക്കീലന്മാരാ. പക്ഷെ അവരെത്ര ഒച്ച വെച്ചാലും അവർ പറയുന്നത് നടക്കണമെന്നൊന്നുമില്ല. കാനവച്ചൻ പറയാറുണ്ട്, ചിലപ്പം ടേബിളിലൊക്കെ ഇട്ട് അടിച്ചുകൊണ്ട് അവർ പറയും, സംസാരിക്കും. എന്നാൽ പൊതുവെ വളരെ ശാന്തമായി സംസാരിക്കുന്നതോ കോടതിയിൽ ന്യായാധിപനാ, ജഡ്ജ്. അദ്ദേഹം ഈ വക്കീലിന്റെ കൂട്ട് ശബ്ദമെടുത്ത് ഒച്ചത്തിലൊന്നുമല്ല സംസാരിക്കുന്നത്. പക്ഷെ താൻ ശാന്തമായിട്ടാണെങ്കിൽ കൂടെ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികതയുണ്ട്. ഇതുപോലെ കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ അധികാരത്തോടുകൂടെ കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ എന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ മരിച്ചവരുടെ ഉയർപ്പ് അല്ലെങ്കിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം നടക്കുമ്പോൾ ഈ അധികാരം എന്തിൻ്റെ മേലുള്ള അധികാരമാണ്? മരണത്തിൻ്റെ മേലും ദ്രവത്വത്തിൻ്റെ മേലും യേശുക്രിസ്തുവിനുള്ള അധികാരത്തോടുകൂടെ താൻ കൽപ്പിക്കുന്ന കൽപ്പനയാണിത്. മരിച്ചു കിടക്കുന്ന, മരിച്ച് മണ്ണിൽ മറഞ്ഞുപോയ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ മുമ്പ്, സെഞ്ച്വറീസ് ഓർ മില്ലേനിയംസ് ബിഫോർ, നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ മുമ്പേ മരിച്ച് മണ്ണിൽ ലയിച്ചു പോയ, ചിലപ്പോൾ അസ്ഥിയും പല്ലും പോലും മുടിയും നഖവും പോലും ദ്രവിച്ചു പോയ മനുഷ്യർ, എന്നാൽ അവരെ പോലും ജീവനിലേക്കും അക്ഷയതയിലേക്കും അദ്രവത്വത്തിലേക്കും മടക്കി വരുത്തുന്നതിനുള്ള അധികാരത്തോടുകൂടെ അധികാരിയായവൻ കൽപ്പിക്കുന്ന കൽപ്പനയെയാണ് ഇവിടെ കർത്താവിൻ്റെ ഗംഭീരനാദമെന്ന് വിളിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ ഗംഭീരനാദം. അപ്പോൾ മരണത്തിൻ്റെ മേലും ദ്രവത്വത്തിൻ്റെ മേലും അധികാരമുള്ളവനായി,
പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുള്ളവനായി. കർത്താവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനാ ശബ്ദമാണിവിടെ. സ്തോത്രം. യെശയ്യാ പ്രവചനം 42:13 നോക്കിക്കാട്ടെ. ഐശയ്യാ 42:13. യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും, തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. സ്തോത്രം. ഇത് ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോഴത്തെ ഒരു കാര്യമാണ്. അപ്പോഴാണിത് പൂർണ്ണമായും നിവർത്തിക്കപ്പെടുക. Here we have mention of a shout of triumph, a shout of triumph. Earlier we have seen a shout of authority. അധികാരത്തിന്റെ, ഇപ്പോൾ നാം കാണുന്നത് വിജയത്തിന്റെ ഗംഭീരനാദം, ജയത്തിന്റെ ഗംഭീരനാദം. 31:4, 31:4. യെശയ്യാവ് തന്നെ. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതാണ് സിംഹമോ ബാലസിംഹമോ ഇരകണ്ട്. അതാണോ 31:4? 31:4. അതെ അതെ 31:4. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു. സിംഹമോ ബാലസിംഹമോ ഇരകണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിന്റെ നേരെ വിളിച്ചുകൂട്ടിയാലും അത് അവരുടെ കൂവിളി കൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സീയോൻ പർവ്വതത്തിലും അതിന്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. A shout when Christ comes down to fight against his enemies. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്റെ ജനത്തിനു വേണ്ടി യുദ്ധത്തിനായിട്ട് ഇറങ്ങി വരുമ്പോഴത്തെ ഷൗട്ട്, ഗംഭീരനാദം. ഇവിടെ കർത്താവ് ഇറങ്ങി വരികയാണ്. തന്റെ ശത്രുക്കളോടുള്ള കർത്താവിന്റെ യുദ്ധത്തിന്റെ അന്തിമഘട്ടം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഈ നിലകളിൽ നാം കാണുന്നത് മരണത്തിന്റെ മേലും സാത്താന്റെ മേലും ദ്രവത്വത്തിന്റെ മേലുമൊക്കെയുള്ള അധികാരത്തിന്റെ ശബ്ദവുമായി കർത്താവ് വരുന്നു. മരണപാശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വിശുദ്ധന്മാരെ അതിൻ്റെ കെട്ടുകൾ, മരണത്തിന്റെ കയറുകൾ അഴിച്ച് സ്വതന്ത്രരാക്കുന്ന, തന്നോട് അനുരൂപപ്പെടുത്തുന്ന മഹനീയമായ സംഗതിയാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഗംഭീരനാദം, അതുപോലെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും, ഈ രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൂടെ നമ്മുടെ ഉയർപ്പ് നടക്കുന്നു എന്നുള്ളതാണ് നാം ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയും നാം ചിന്തിക്കുവാനായിട്ടുള്ളത് ഈ ഉയർത്തവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെന്നുള്ളതാണ്. വെളിപ്പാട് 20-ന്റെ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്
ഈ ഉയർത്തവർക്ക്, ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ദ ബ്ലെസ്സിങ്സ് ഓഫ് ദീസ് ഫസ്റ്റ് റിസറക്ഷൻ പാർട്ടിസിപ്പൻസ്. അത് കർത്താവിൻ്റെ വരവ് താമസമായാൽ നമുക്ക് നാളെ ചിന്തിക്കാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ നമ്മുടെ സാധാരണ സമയം 8:30 8:30 ആരംഭിക്കുക ഇന്ത്യൻ ടൈം. അപ്പോൾ കർത്താവിൻ്റെ വരവിനായിട്ടുള്ള ഈ ഗംഭീരനാദത്തിൻ്റെ മുഴക്കത്തിനായിട്ടുള്ള ഏറിയ വാഞ്ചയോടെ നമ്മുടെ ശിഷ്ടകാലം ക്രിസ്തുവിന് സാക്ഷികളായി നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.